നമസ്കാരം. ഞാൻ ശിശുപാലൻ, കരിക്കാൻ ശിശുപാലൻ. മാർച്ച് 1 മുതൽ കുംഭത്തിൽ നിൽക്കുന്ന ശുക്രൻ മീനത്തിലേക്ക് പോവുകയാണ്. ശനിയും ശുക്രനും തമ്മിൽ യോഗം ചെയ്യുന്നു. ശുക്ര ശനി യോഗം ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അകലെയുള്ള ഭാഗ്യത്തെ പോലും വിളിച്ചുകൊണ്ട് അടുത്തുകൊണ്ട് വരുന്ന തരത്തിലാണ് പോകുന്നത്. അല്ലാതെ ശനിയെ കുറ്റം പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അത് പാടില്ല. അശ്വതി വരൻ്റെ കാർത്തികയ്ക്കായാലും രോഹിണി മകയിലും തിരുവാതിരയ്ക്കായാലും ഉടനം പോയ ആയില്യത്തിനായാലും ഭാഗ്യം കിട്ടുന്നതാണ്. കർക്കിടകക്കൂറിലെ 9ാം ഭാവത്തിൽ വരികയാണ് ശനിയുടെയും ശുക്രൻ്റെയും ഭാവങ്ങൾ, യോഗങ്ങൾ. അവർക്ക് നല്ല നേട്ടമുണ്ടാകും. സിംഹക്കാർക്ക് മകംപൂര ഉത്രം, സിംഹരാശിക്കാർക്ക് 8ലാണ്. അഷ്ടമശനി എന്നൊക്കെ പറഞ്ഞ് ദുഃഖിക്കേണ്ട കാലമല്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ ചിലർക്ക് ഉണ്ടായാലും ആ ദോഷങ്ങൾ 75% കുറഞ്ഞു വരുന്നു. ഉത്തരം മൊത്തം ചിത്തിര അവർക്കും പ്രായോഗിക തലത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാവും. ചോതി 2 വിശേഷങ്ങളാണ് വരാൻ പോകുന്നത്. ചോതിയുടെ 6ലാണ് ശനി. 6ലെ ശനി സർവഭാഗ്യങ്ങളും കിട്ടുന്നതാണ്. അതായത് ഡബിൾ ഭാഗ്യമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. ശാഖം, അനിലം, കേട്ട മുതലായവർക്കും ആ തരത്തിലുള്ള നേട്ടങ്ങൾ, ജോലി, വിവാഹം എല്ലാം കിട്ടുമെന്നല്ല. ഇതിലേക്കും തർക്കവും വഴക്കം ഇല്ലാതെ തന്നെ നമുക്ക് അവർക്ക് വസ്തുഭാഗ്യം കിട്ടുക, വേണ്ട എന്ന് വിചാരിച്ചിരുന്ന പ്രൊമോഷൻ കിട്ടുക, വിസ തരപ്പെടുക മുതലായ കാര്യങ്ങൾ അവർക്കുണ്ടാകും. ശാഖം, അനിഴം, കേട്ട മൂലം അവർക്കും നല്ല രീതിയിലുള്ള ഭാഗ്യം കൈവരുന്നതാണ്. പൂരാടം, ഉത്രാടം, തിരുവോണം അവർക്കായാലും 11ലാണ് നിൽക്കുന്നത്. അവർ 11 ശനിയിൽ നിന്നാണ് പറയുന്നത്. ശനിയിൽ നിന്നും ശുക്രാൽ ലഗ്നം പിടിക്കാറുണ്ടല്ലോ. അതിൽ നോക്കുമ്പോൾ 11ാം ഭാവത്തിൽ വരുന്നവർക്ക് ഗുണമാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടത്തിന് കോളാണ്. ചതയം, പൂരിട്ടാതി 4ാം ഭാവം, ഉത്തരട്ടാതി, രേവതി. അവർക്കൊന്നും ജന്മശനിയോ ദോഷങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതല്ല. പ്രതീക്ഷിക്കണം. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യണം. നല്ല രീതിയിലുള്ള ഹാർഡ് വർക്കാണ് ചെയ്യേണ്ടത്. അവർക്ക് നേട്ടങ്ങളുണ്ടാകും. ഒരു സംശയവും അതിനകത്ത് വേണ്ട. വൻപിച്ച ഉദാഹരണമാണ്. യോജിച്ച് പ്രവർത്തിച്ചാൽ ഗുണമുണ്ടാകും. സൂര്യകാന്തിയോട് സൂര്യൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, രാജ്യത്തി ഞാൻ 2 തേര് പോകുമ്പോഴെല്ലാം നീ അകലെ നിന്ന് നോക്കി നിൽക്കുന്ന നീ ആരാണ് എന്ന് ചോദിക്കുന്ന സാർവലൗകിക ഭാവം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. ഈ ഭാവം നമുക്ക് വരച്ച് കാട്ടിത്തന്നത് ഈ ശങ്കരക്കുപ്പാണ്. അദ്ദേഹം നമുക്ക് ആദ്യത്തെ ജ്ഞാനകൂടവും കൊണ്ടുവന്നു. അത്തരത്തിലല്ലെങ്കിലും വൻപിച്ച പ്രതീക്ഷകൾ സമൂഹത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് ഈ ശുക്ര ശനി യോഗം കൊണ്ട് സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.